ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇരിക്കുന്നവനും ഇരുന്നവനും വരുവാനിരിക്കുന്നവനുമായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ വിനീതമായ വന്ദനം. ഇന്ന് യേശു ആര് എന്ന വിഷയത്തോടനുബന്ധിച്ച് അതിൻ്റെ രണ്ടാം ഭാഗമായി നമുക്ക് അല്പമായിട്ട് ചിന്തിപ്പാൻ അല്പസമയം, നിങ്ങളുടെ വിലപ്പെട്ട സമയം അതേ സഹൃദയരെ നമുക്കൊന്ന് വേർതിരിക്കാമല്ലോ. നിങ്ങളുടെ കേൾവിയും ശ്രദ്ധയെയും എളിയവനെ സഹർഷം സ്വാഗതം ചെയ്തുകൊണ്ട് യേശു ആര്? ഈ യേശു സൃഷ്ടിക്കുവാൻ വേണ്ടി പിതാവിൻ്റെ അടുക്കിലുള്ള സമത്വത്തെ വിട്ടുകളഞ്ഞിട്ട് താഴ്ച സ്വീകരിച്ചു വന്നു എന്ന് ഒന്നാം ഭാഗത്തിൽ ചിന്തിക്കുകയുണ്ടായി. ആ യേശു ദൈവമായിരുന്നവനായിരുന്നു. എല്ലാം സൃഷ്ടിക്കുവാൻ, ദൃശ്യവും അദൃശ്യമായ സകലം സൃഷ്ടിക്കുവാൻ ദൈവം മാത്രം ഉണ്ടായിരിക്കെ താഴ്ച സ്വീകരിച്ച് പുത്രനായി വെളിപ്പെട്ട് ഉണ്ടാകട്ടെ എന്ന് പറയുന്ന മാത്രയില്ലേ പിതാവിൻ്റെ ആജ്ഞ സ്വീകരിച്ചുകൊണ്ട് അവൻ ശില്പിയായി സൃഷ്ടിതാവായി വെളിപ്പെട്ട് ഓരോന്നും സൃഷ്ടിക്കുവാൻ തുടങ്ങി. യോബിൻ്റെ പുസ്തകത്തിൽ വായിക്കുമ്പോഴത്തേക്ക് അവൻ ഭൂമിക്ക് അടിസ്ഥാനമിട്ടപ്പോൾ ദൈവപുത്രന്മാർ എല്ലാം സന്തോഷിച്ചു, പ്രഭാതം നക്ഷത്രങ്ങൾ ഘോഷിച്ച് ആനന്ദിച്ചു. ദൈവം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അന്നത്തെ കാലത്ത്. എന്നാൽ സ്വർഗങ്ങളുണ്ടാക്കി, ആദ്യം ദൈവം ആകാശഭൂമി സൃഷ്ടിച്ച് സ്വർഗങ്ങളുണ്ടാക്കി, അവിടെ മാലാഖമാരെല്ലാം വിലസുവാൻ തുടങ്ങി. നമുക്കറിയാൻ വയ്യാത്ത എല്ലാവിധ സ്വർഗജീവികളും പരിലസിതമായി സ്വർഗം പ്രശാന്തവും സുന്ദരവും പരിപാവനവും ശക്തമായി അങ്ങനെ വിലസുമ്പോൾ ഇതാ ഭൂമിക്ക് അടിസ്ഥാനപ്പെടുന്നു നക്ഷത്രങ്ങൾ ആകുന്ന ഈ ദൈവപുത്രന്മാരാകുന്ന ദൂതന്മാരും ദൂതഗണങ്ങളെല്ലാം ആനന്ദിക്കുന്നു, ആർക്കുന്നു. പുത്രൻ്റെ പ്രമോദം മനുഷ്യപുത്രന്മാരോടായിരുന്നു. പിതാവാകുന്ന ദൈവം തൻ്റെ പുത്രനിൽ സന്തോഷിച്ചു. ഇന്ന് സാത്താനായി പരിണമിച്ച് ലോകത്തിൽ അതിക്രമങ്ങൾ വരുത്തി ലോകത്തെ കണ്ടകമാക്കി തീർത്ത് നിഷ്കരണം മനുഷ്യ ജീവനുകളെ പന്താടുന്ന സാമ്രാജ്യങ്ങളുടെ പിന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന സകലവിധമായിട്ടുള്ള ദുർഭൂതങ്ങളെയും നയിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ തലവനായിട്ടുള്ള സാത്താൻ എത്ര മനോഹര രൂപിയായി മാലാഖബന്ധങ്ങളിലെ പ്രധാന ദൂതനായി നീ ചിറക് വിടർത്ത് മറയ്ക്കുന്ന കിരൂപായിരുന്നു. നിന്നെ സൃഷ്ടിച്ച നാളിൽ നിന്റെ അകൃത്യം കണ്ട നാൾ വരെ അരുണോദയ പുത്രനായിരുന്നു. താൻ ചിറക് വിടർത്തുമ്പോൾ നമുക്കറിയാം എത്ര വിധമായ സംഗീതോപകരണങ്ങൾ, വാദ്യോപകരണങ്ങളെ മനോഹരമായിട്ടുള്ള, ആർക്കും ഒരിക്കലും ഒരു സംഗീതജ്ഞന് സംവിധാനം ചെയ്യുവാൻ കഴിയാത്ത, ഒരു വൈണികനും മീട്ടുവാൻ കഴിയാത്ത നാദലയങ്ങളുടെ സമ്മിശ്രതയിൽ സ്വർഗം പരിപാവനമായ സംഗീത ലഹരിയിലെ ജീവി വർഗങ്ങളും ദൈവത്തിൻ്റെ പ്രകാശത്തിനും വെളിച്ചങ്ങളുടെ പിതാവാകുന്ന യഹോവയിൽ നിന്നും വഴിഞ്ഞൊഴുകുന്ന പ്രകാശം തട്ടി ചന്ദ്രനിൽ നിന്നും സൂര്യൻ ഇങ്ങോട്ട് പ്രതിബിംബിക്കും പോലെ ഈ കെരുവിലേക്ക് പ്രകാശമുണ്ട്. നിന്റെ യാത്ര, നിന്റെ സഞ്ചാരം അഗ്നിമയ രഥങ്ങളുടെ മധ്യേ ആയിരുന്നു. എന്നാൽ ദൈവപുത്രനാകുന്ന യേശു ക്രിസ്തു പിതാവാം ദൈവമായി പരിരസിക്കുന്ന കണ്ട് അസൂയപ്പെടുന്നു ഈ ലൂസിഫർ. തനിക്ക് ആ സ്ഥാനം കൂടിയാണ് വേണ്ടത്. അവനങ്ങനെ അസൂയപ്പെട്ടു. അവന് സാഹസം ഉണ്ടാകിയ ഒറ്റ നിമിഷം കൊണ്ടല്ല ദൂതനിൽ സാഹസം, പാപം ഉടലെടുക്കുന്നത്. ഇതുപോലെ മനുഷ്യനിൽ ഒരു ദിവസം കൊണ്ടല്ല. അവൻ്റെ നിരൂപണങ്ങൾ, കാഴ്ച, കേൾവി എല്ലാം ദൈവത്തിൽ നിന്നും തൻ്റെ അവസ്ഥയിൽ നിന്നും അകന്ന് മറ്റൊരു തലത്തിലേക്ക് ചിന്ത വ്യാപരിച്ച് അവൻ ദുഷ്പ്രവണതയിൽ ആകാം. ഇതുപോലെ ഈ ലൂസിഫർ മനോഹര രൂപി. എന്നാൽ ദൈവത്തിനോട് അവനെ വിഘടിക്കുവാൻ തയ്യാറായി, യുദ്ധത്തിന് തയ്യാറായി സ്വർഗത്തിൽ സാഹസത്തിന് മുതിരുമ്പോൾ സർവജ്ഞനായ ദൈവം അറിയുന്നുണ്ട് എന്നുള്ളത് പോലും അവൻ മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ട് അവൻ ചിന്തിക്കുകയാണ്, ഞാൻ അത്യുന്നതനോട് സമനാകും, ദൈവത്തിൻ്റെ മേഘോന്നതകൾക്കും ഇതേ ഞാൻ കയറും, ദൈവത്തിൻ്റെ നക്ഷത്രങ്ങൾക്കും ഇതേ ഞാൻ എൻ്റെ സിംഹാസനം വയ്ക്കും, അത്യുന്നതനോട് സമനാകും, സമാഗമ പർവ്വതത്തിൽ ഞാൻ ഇരുന്നേ അരുളും. ദൈവം പെട്ടെന്ന് ഇവൻ്റെ അന്തർഗതത്തെ ഇനി വെച്ചുകൊണ്ടിരിക്കുന്നില്ല. അരുണോദയ പുത്രനായ ശുക്ര, നീ എങ്ങനെ വെട്ടേറ്റ് നിലത്ത് വീണു, ജാതികളെ താഴ്ത്തിക്കളഞ്ഞവനെ.
ഇതാ ദൂതൻ തൻ്റെ പരിവാരങ്ങളുമായി ബഹുസഹസ്രം, എണ്ണാൻ പറ്റാത്ത, നമുക്ക് കണക്ക് കൂട്ടാനാവാത്ത തൻ്റെ പരിവാരങ്ങൾ ദൂതവൃന്ദങ്ങളുമായി താഴേക്ക് വരുന്നു. എന്നാൽ ആരെ അയക്കേണ്ടു? നാം ആരെ അയക്കേണ്ടു? സ്വർഗത്തിൽ ഒരു ശബ്ദം മുഴങ്ങുന്നു. ആർക്കും കഴിയുന്നില്ല മനുഷ്യവർഗത്തെ വീണ്ടെടുക്കുവാൻ. തുടർന്ന് സൃഷ്ടി നടക്കുന്നുണ്ട്, നമുക്കറിയാൻ കഴിയുന്നുണ്ട്. ഈ ഭൂമി മുഴുവനെ ഏതാണ്ട് 500 കോടിയിലധികം വർഷങ്ങൾ കത്തിപ്പടർന്നു കിടന്ന ഒരു അഗ്നിഗോളമായിരുന്നു എന്ന് യുക്തിവാദികളും നിരീശ്വരവാദികളും അതുപോലെ തന്നെ വിചക്ഷണന്മാരെ ശാസ്ത്രകുതികൾക്കും പറയുന്നു. എന്നാൽ ദൈവം വെള്ളത്താൽ ഭൂമിയെ മൂടി. അങ്ങനെയെങ്കിൽ വെള്ളത്താൽ ഭൂമിയെ മൂടി മാത്രമല്ല, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാം ദൈവം തൻ്റെ ആത്മാവ് ഈ ഭൂഗ്രഹം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. ഇരുട്ടും വെള്ളവും ആത്മാവിൻ്റെ പരിവർത്തനവും ഭൂമിയെ പൊരുന്ത് സൂക്ഷിക്കുമ്പോൾ ഭൂമി ഗ്രഹം നഷ്ടപ്പെടുകയില്ല. ഇവിടെ നമ്മുടെ ജീവിതം നഷ്ടപ്പെടുത്താൻ സാത്താൻ എത്രമാത്രം പരിശ്രമിച്ചായിരുന്നാലും ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ മീതെ. അപ്പോൾ ചിലപ്പോൾ തോന്നിയിട്ടാണല്ലോ, കാര്യങ്ങൾക്കൊരു ശുഭഗതി കാണുന്നില്ലല്ലോ, അല്പം പോലും വെട്ടം തോന്നുന്നില്ലല്ലോ. പക്ഷെങ്കിൽ ദൈവം നിങ്ങളുടെ ജീവിതത്തെ കാത്തു സൂക്ഷിക്കുകയാണ്. ശത്രുവിൻ്റെ വലയങ്ങളിലേക്ക് എറിഞ്ഞു കൊടുക്കാതെ അവൻ്റെ കിങ്കരന്മാർ കയറി നിങ്ങളെ നശിപ്പിച്ച് കളയുവാൻ, ഉന്മൂലനം ചെയ്യുവാൻ കഴിയാത്ത വിധത്തിൽ ദൈവം നമ്മെ അങ്ങനെ സൂക്ഷിക്കുകയാണ്. സമയം വന്നപ്പോൾ വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. വെളിച്ചമുണ്ടായി. സന്ധ്യയായി. ഉഷസ്സുമായി 2-ാം ദിവസം. അത് യോർ എന്ന് പറയുന്ന പ്രകാശം, എബ്രായ ഭാഷയിൽ പറഞ്ഞ പ്രകാശം, അത് അന്റാർട്ടിക്കയിൽ ചെന്നിരുന്നാലും ആ പ്രകാശമുണ്ട് എന്ന് പറയുമ്പോൾ അത് ദൈവം ആദ്യമായി തന്നെ പ്രവൃത്തിക്ക് വേണ്ടി അങ്ങനെ ഒരു താൽക്കാലിക വെളിച്ചത്തെ ഈ പ്രപഞ്ചത്തിലേക്ക് ഒന്ന് ആഗമനം ചെയ്യിച്ചിരുന്നു. തുടർന്നാണ് ഈ വെളിച്ചമുണ്ടാകട്ടെ എന്ന് പറയുന്നത്. സ്തോത്രം. 4-ാം ദിവസമാകുന്ന സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും പ്രകാശിതമായി തുടങ്ങുന്നത്. അപ്പോൾ ആ 3 ദിവസങ്ങൾ വരെയും സന്ധ്യയായി ഉഷസ്സമായി 1-ാം ദിവസം, സന്ധ്യയായി ഉഷസ്സമായി 2-ാം ദിവസം, സന്ധ്യയായി ഉഷസ്സമായി 3-ാം ദിവസം എന്ന് പറയത്തക്കവണ്ണം സൂര്യൻ്റെ പ്രകൃതം അഥവാ അത് ചെയ്യേണ്ട കൃത്യത നിർവഹിച്ചുകൊണ്ടിരുന്നതായ ഒരു യോർ എന്ന വെളിച്ചമായിരുന്നു എന്ന് മനസ്സിലാക്കാം. 4-ാം ദിവസമാകുന്നു സൂര്യൻ വന്നത്. അപ്പോൾ യുക്തിയായി ചോദിക്കും, സൂര്യൻ ചന്ദ്രൻ ഇല്ലാതെ എങ്ങനെയാണ് നിങ്ങളുടെ ഭൂമി പ്രകാശിച്ചത്? തെറ്റല്ലേ? അല്ല, അതാണ് വെളിച്ചമുണ്ടാകട്ടെ എന്ന് പറഞ്ഞത്. പ്രിയമുള്ളവരെ, ഓർക്കുക, ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുന്നൊരു ദൈവമാകുന്നു. അപ്പോൾ ദൈവപുത്രനാകുന്ന കർത്താവ് പറയുന്നു, മനുഷ്യനെ രക്ഷിപ്പാൻ ഞാൻ വന്നുകൊള്ളാം. ബാക്കി ഭാഗം ചിന്തിക്കുമ്പോൾ നമുക്കറിയാൻ കഴിയുന്നുണ്ട്, യേശു ഭൂമിയിലേക്ക് വരികയാണ്. യേശു പറഞ്ഞ ലോക സ്ഥാപനത്തിന് മുമ്പേ അറുക്കപ്പെട്ട കുഞ്ഞാടായി അവൻ പ്രവൃത്തിക്ക് വേണ്ടി, സൃഷ്ടിക്ക് വേണ്ടി അവൻ ആകുമ്പോൾ തന്നെയും, അവൻ ലോകം സ്ഥാപിക്കും മുമ്പ് തന്നെയും അറുക്കപ്പെട്ട കുഞ്ഞാടായി ആ ഭാവനയിൽ, ആ വരുവാൻ ജ്ഞാനദൃഷ്ടിയിൽ, സർവജ്ഞതയിൽ ദൈവം മനസ്സിലാക്കുന്നുണ്ട് ഇന്ന സംഭവങ്ങൾ ലോകത്തിൽ നടക്കുമെന്ന്. അപ്പോൾ ഇന്നലെയും ഇന്നും വരുവാനിക്കുന്ന കാര്യങ്ങളും അറിയുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. സർവശക്തൻ, സർവജ്ഞാൻ, സർവവ്യാപി. ആകയാൽ ലോകം സ്ഥാപിക്കും മുമ്പ് തന്നെ അറുക്കപ്പെട്ട കുഞ്ഞാടായി പുത്രനായ ദൈവം നിലകൊള്ളുകയാണ്. ഹല്ലേലൂയ. അങ്ങനെ യേശു 2-ാമതൊരു ജന്മം സ്വീകരിക്കുന്നു. 1-ാം സൃഷ്ടിപ്പാൻ താൻ ജനിച്ചു. 2-ാമതായി കൃപ ലഭിച്ചു വിളയും നിനക്ക് വന്ദനം. ഇതെന്തൊരു വന്ദനം! നസ്രത്തിലെ ആ ഗ്രാമീണ കന്യക ഞെട്ടിപ്പോയി. അനേകം പേര് കാത്തിരുന്നു ആ ജനിക്കുവാൻ വന്ന വാഗ്ദത്ത സന്തതി എന്നിൽ ജനിക്കണമേ എന്നുള്ളത്. സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തലയെ തകർക്കുമെന്നുള്ള ദൈവത്തിൻ്റെ പ്രവചനം ഏതെങ്കിലും മുഴങ്ങിയപ്പോൾ മനുഷ്യത് കേട്ട് ഏറ്റെടുക്കും മുമ്പ് തന്നെ അതിൽ അത് വളരെ അർത്ഥവത്തായി ഞെട്ടലോടെ ഏറ്റെടുത്തത് സാത്താൻ തന്നെ ആയിരുന്നു. ആകയാൽ യേശുവിൻ്റെ വരവിനെ തടസ്സം ചെയ്യാൻ നോക്കിക്കൊണ്ടിരിക്കുക. ഇതാ മറിയയ്ക്ക് കന്യഗർഭണമായി ഒരു മകനെ പ്രസവിക്കും. കന്യകമാരെ എല്ലാം ഉന്മൂലനം ചെയ്ത് ഒരു കന്യകയും ഇനി ശേഷിക്കരുതെന്ന് വിചാരിച്ചിരിക്കെ എത്രയോ കന്യകമാർ നോക്കിയിരുന്നു. അതിൽ മറിയയ്ക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. യേശുവായവൻ നമ്മുടെ കർത്താവെ ഇതാ വീണ്ടും ചുരുങ്ങുന്ന ഒരു സ്ത്രീയുടെ സന്തതിയായി വരുവാൻ ഒരു മനുഷ്യ സ്ത്രീയുടെ ഉദരത്തിലേക്ക് താൻ താഴുകയാണ്. അതാണ് യേശുവിൻ്റെ 2-ാം ജനനം. 2-ാം ജനനമാണ് യേശുവിൻ്റെ. ഒരു സ്ത്രീയുടെ ഉദരത്തിലേക്ക്. ആ ജനനത്തെയാണ് ലോകം കണ്ടിട്ട് 2025 വർഷമല്ല ആയിട്ടുള്ളൂ യേശു വന്നിട്ട്? അല്ല, യേശു പണ്ടേ ഉണ്ടായിരുന്നു. അങ്ങനെ യേശു മനുഷ്യനായി ചുരുങ്ങി. അതാണ് സ്ത്രീയുടെ സന്തതിയായി യേശു വന്നത്. ആദ്യം മുതലുള്ളതും ഞങ്ങൾ കണ്ടതും ഞങ്ങൾ കേട്ടതും ഞങ്ങളുടെ കൈ തൊട്ടതുമായ
ജീവൻ്റെ വചനം സംബന്ധിച്ച് നെഞ്ചോടി ചാരിക്കൊണ്ടെന്ന് യോഹന്നാൻ 1:1 പറയുന്നു. നമുക്ക് തൊട്ടു നോക്കുവാൻ, അനുഭവിച്ചറിയാൻ സ്ത്രീയുടെ സന്തതിയായി വന്നു. മനുഷ്യൻ ജനിച്ചിരിക്കുന്നു. നിരീശ്വരവാദി, ബ്രസീലിലെ നിരീശ്വരവാദി ചുരുട്ട് വലിച്ചുകൊണ്ട് ഭാര്യയും മകളും പള്ളിയിലേക്ക് പോയിരിക്കുന്നു. ക്രിസ്മസ് ആഘോഷം, മഞ്ഞ് പെയ്തുകൊണ്ടിരിക്കുകയാണോ, ഒരു ഇരമ്പൽ കേട്ടു. താൻ പരിഹാസത്തോടെ തൻ്റെ മകളെയും ആ പള്ളിയിലെ മണിയെയും ആ പ്രത്യേകം ബേത്ലഹേമിലെ ആഘോഷമൊക്കെ ഓർത്തുകൊണ്ട് ഇത് ആഘോഷിച്ച കരോൾ സർവീസൊക്കെ ഓർത്താൽ താൻ പരിഹാസത്തോടെ ഇരിക്കുമ്പോൾ ഒരു ഇരമ്പൽ, ആ ഇരമ്പൽ അടുത്ത് വന്നു. നോക്കിയപ്പോൾ ഒരു പക്ഷിക്കൂട്ടം അത് അകന്നുപോയി. ആ പക്ഷിക്കൂട്ടം തൻ്റെ ധാന്യപ്പില്ലിൽ കയറി വരാൻ ശ്രമിക്കുകയായിരുന്നു. താൻ ജനലുകളെല്ലാം തുറന്നിട്ടു. ആ പക്ഷിക്കൂട്ടം വന്നോട്ടെ, തണുപ്പിനെ മറികടക്കുവാൻ ഇവിടെ വന്നിരുന്നോട്ടെ. താൻ തൻ്റെ റാന്തൽ കൊണ്ട് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ പക്ഷിക്കൂട്ടം വരുന്നു, തൻ്റെ പ്രകൃതം കണ്ടു, റാന്തൽ കണ്ടു, അവ തിരിച്ചുപോയി. അപ്പോൾ മനുഷ്യൻ വിഷണനായി വന്നിരുന്നു. അവ വന്നിരുന്നെങ്കിൽ, ഈ പക്ഷിക്കൂട്ടം വന്ന് ഇവിടെ ഈ ധാന്യപ്പുരിലായിരുന്നെങ്കിൽ, അദ്ദേഹത്തിൻ്റെ പെട്ടെന്ന് ചിന്തകൾ തന്നിൽ കയറി. അദ്ദേഹം മനസ്സിലാക്കി, ഞാനും ഒരു പക്ഷിയായിരുന്നെങ്കിൽ അവ ഇങ്ങനെ കയറി വരുമായിരുന്നു. അപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലാകുകയാണ്, അല്ലയോ, യേശു ദൈവമായി ഒരു മനുഷ്യനായി വന്നല്ലോ. അതുകൊണ്ടാണല്ലോ തൊട്ടു നോക്കുവാനും പടയാളികൾക്ക് പിടിക്കുവാനും മനുഷ്യർക്ക് സംവദിക്കുവാനും ഒക്കെയും സാധിച്ചത്. അങ്ങനെ ആ നിരീശ്വരവാദി യേശുവിൻ്റെ ജന്മത്തെ, മനുഷ്യജന്മത്തെ താൻ സ്വീകരിക്കുവാനും ഇടയായിത്തീർന്നു. പ്രിയമുള്ളവരെ, യേശുവിൻ്റെ 2ാം ജന്മമത്രേ. അവൻ മനുഷ്യനായി വന്നു എന്നുള്ള സ്ത്രീയുടെ സന്തതിയായി ഈ ഭൂമിയിൽ താൻ നടന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. യേശുവിൻ്റെ അടുത്ത ജന്മം നമുക്ക് അടുത്ത യൂട്യൂബിൽ ശ്രദ്ധിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് വന്ദനം, നന്ദി.